മുറിയിൽ എന്തോ മഹാ അത്ഭുതം ഇരിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് തള്ളിയിട്ടതിന് ശേഷം കതക് പൂട്ടിക്കളഞ്ഞു അല്ലേ? എന്തിനാ എന്തിനാ എന്നെ മുറിക്കകത്തിട്ട് പൂട്ടിയത്? എന്തിനാ പൂട്ടിയിട്ടെന്ന് നിനക്കറിയില്ല അല്ലേ? താമസിക്കുന്ന കൂടാരത്തിന് എന്നെ തീയിടാൻ നോക്കിയാ നിന്നെയൊക്കെ പിടിച്ച് പൂട്ടിയിടുക അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇനിയും അത്തരം ഏർപ്പാടുകൾ ചെയ്താ തിരിച്ചു പൂട്ടിയിടുക തന്നെ ചെയ്യും. ഓ അത് ശരി, തോന്നിയവാസം കാണിച്ചതും പോരാഞ്ഞ് ഇനിയും അത് ചെയ്യുമെന്ന് വെല്ലുവിളിക്ക് കൂടി ചെയ്യുന്നോ? നിങ്ങൾക്കൊക്കെ ലെവലേശം നന്ദിയുണ്ടോ എഴുതി? ഈ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചവളല്ല ഞാൻ. നോക്ക്, എന്നോട് ഈ പണി കാണിച്ച ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. നീയോ? നീ എങ്ങനെ ഇവിടെ വന്നേ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ ഇവിടെ വീണ്ടും വീട്ടുവേലയ്ക്ക് കയറിയോ? ഹലോ മാഡം, വലിയ ക്വസ്റ്റ്യനിങ് ഒന്നും വേണ്ട. നിർമ്മലാമ്മ ഇപ്പൊ നിൽക്കുന്നത് എന്റെ വീട്ടിലാ. ഇനി മുതൽ എവിടെയാ നിർമ്മലാമ്മ താമസിക്കാൻ പോകുന്നത്? എന്റെ വീട്ടിൽ ആര് താമസിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. എന്താ നിന്റെ വീടോ? ഇതെങ്ങനെ നിന്റെ വീടാവുന്നേ? ഈ കുടുംബത്തിന്റെ സർവ്വ സ്വത്തുക്കളുടെ അവകാശി പ്രണവാണ്, നീ അല്ല. സർവ്വതിനും അധികാരവും അവകാശമുള്ള ആളിനെ ആട്ടി പുറത്താക്കിയിട്ട് നിനക്ക് കണ്ണീ കണ്ടവളെയൊക്കെ വിളിച്ചു കയറ്റി താമസിപ്പിക്കാനുള്ളതല്ല ഈ വീട്. പ്രണവിന്റെ വീട്ടില് നിനക്കിഷ്ടമുള്ളവരെ കയറ്റി താമസിപ്പിക്കുമെന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാവും ഗൗതം? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. വഴിയിൽ കിടന്നവരെയും വീട്ടില് വേലക്കാരിയായിട്ട് നിന്നവരെയൊക്കെ ആദരിച്ച് പെറ്റമ്മയെ പോലെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ നിനക്ക് നാണമില്ലേടാ? ഇനിയൊരു അക്ഷരം വേണ്ടിയാ എന്റെ തനി സ്വഭാവം നിങ്ങൾ തുറന്നു വിടല്ലേന്ന് ഞാൻ തലയിൽ കൈവച്ച് പറഞ്ഞതല്ലേടാ ഗൗതം നിന്നോട്? ഇപ്പൊ സമാധാനായോടെ നിനക്ക്? ഇവളെ മുറിയിലിട്ടേ പൂട്ടിയാ പോരാ, ഏതെങ്കിലും ഇരുട്ട് മുറിയിലിട്ട് അടയ്ക്കണം. എന്നിട്ട് ദിവസങ്ങളോളം പച്ച വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിടണം. എന്നാ പോലും ഉള്ളിലെ വിഷം ഇറങ്ങുമെന്ന് സംശയവാ. അയ്യടാ, ഒട്ടും വിഷമില്ലാത്ത ജീവികളൊക്കെ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഒന്ന് മൂർഖം പാമ്പാണെങ്കി അടുത്തത് അണലിയ. വന്നു കയറിയവൾക്കാണെങ്കി രാജവെമ്പാലേക്കാളോ വിഷം. സത്യം പറഞ്ഞാലേ സ്വത്തും പണവും ഒക്കെ മോഹിച്ചിട്ടല്ലേ ആ പാവം പ്രണവിനെ എല്ലാവരും ചേർന്ന് ആട്ടിയിറക്കിയത്. അടിച്ചിറക്കിയതും പോരാഞ്ഞിട്ട് അവൻ അവകാശം ചോദിച്ച് കേസ് കൊടുക്കുമെന്നായപ്പോ ഗുണ്ടകളെ വെച്ച് അവനെ തട്ടിക്കൊണ്ടു പോയേക്കുന്നു. അതിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായപ്പോ അടുത്ത നാടകം അല്ലേ? എന്തായാലും ഞാനിപ്പോ പുറത്തിറങ്ങിയല്ലോ. സത്യത്തിൽ എന്താണ് നടന്നതെന്നൊക്കെ ഞാൻ പ്രണവിനോടൊന്ന് ചോദിച്ചറിയട്ടെ. എന്നിട്ട് ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളാം. എന്തായാലും നിങ്ങളൊക്കെ തള്ളിക്കളഞ്ഞതുപോലെ അവനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പ്രണവിനോട് അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 6 മാസത്തേക്ക് അവനെ തനിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്ത്. ഞാൻ വെല്ലുവിളിക്കാം നിങ്ങളെ. പറ്റുമോ നിങ്ങക്ക്? 6 മാസം തനിച്ച് കിട്ടിയാൽ ഞങ്ങൾക്കറിയാം അവനെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. കൂടെ നിൽക്കുന്നവരാരാണെന്നും കൂടെ നിന്ന് ചതിക്കുന്നവരാരാണെന്നും അതോടെ അവന് ബോധ്യപ്പെടും. സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരമംഗലത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും അവന്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്യും. എന്താ, പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങള് വലിയ ഔദാര്യവും മഹാമനസ്കതയൊന്നും കാണിക്കണ്ട. നിയമം നിയമത്തിന്റെ വഴിക്കങ്ങ് പോട്ടെ. സമയമാവുമ്പോ പ്രണവിന് അവകാശപ്പെട്ടത് അവന് തന്നെ കിട്ടിക്കോളും. അതുകൂടി ഒന്ന് കഴിയുമ്പോ ഈശ്വരമംഗലത്ത് ആരൊക്കെ ഉണ്ടാവണമെന്നും ആരൊക്കെ ഉണ്ടാവാൻ പാടില്ലെന്നും തീരുമാനിക്കുന്നത് പ്രണവായിരിക്കും. ചിലരൊക്കെ ഇവിടെ നിന്ന് തെരുവിലാവുകയും ചെയ്യും.
ഇത്രയും ദിവസം എന്നെ പൂട്ടിയിട്ടിരുന്നതല്ലേ? എല്ലാത്തിനും കൂടി ചേർത്ത് തരുന്നുണ്ട് ഞാൻ. അമ്മയ്ക്കും മോനും മരുമോൾക്കും വേലക്കാരിക്കും എല്ലാം. കൂടും കുടുക്കയും എടുത്ത് ഇറങ്ങാൻ റെഡിയായിട്ട് നിന്നോ എല്ലാവരും. തൃപ്തിയായല്ലോ, സമാധാനായല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും.